ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എൻ്റെ വീട്ടിലത്തെ ഒരു ദിവസം കാണാം കേട്ടോ. ലൈറ്റ് നോക്കതാ ചിരിച്ചെനിക്ക് മാമനാക്കിയിട്ട് ചിരിച്ചേ പറക്കുന്നതാ. ടാറ്റാ 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 ബൈ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്ന ദിവസങ്ങളിലെല്ലാം ഏട്ടത്തിൻ്റെ ഡെലിവറിക്ക് ശേഷം ഇവനാണ് കേട്ടോ വന്നിട്ട് എന്നെ എണീപ്പിക്കുന്ന ഒരാൾ. രാവിലെ വരും, എന്നിട്ട് രണ്ടാൾ പെപ്പിയോന് കുറേ നേരം കളിക്കും. ആരെന്നെ പോലെ ചെയ്യുന്നേ എൻ്റെ വീട്ടിലെത്തിയാൽ പിന്നെ എനിക്ക് രാവിലെ ഒരു പല്ല് തേക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുളിയും ജപങ്ങളൊന്നും ഇല്ല. കുളിയും ജപവും ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ എണീക്കാൻ തന്നെ ഒരു 8:30-9 മണിയെല്ലാം ആവും. പിന്നെ ത്രിദേവ് വന്ന ശേഷം അതിന് മുമ്പ് ഒരു 10 മണി 11 മണിയുടെ അടുത്തെല്ലാം ആവലുണ്ട്. അപ്പോൾ നമ്മളെ പെപ്പക്ക് നെയ് റോസ്റ്റ് തന്നെ വേണം. അപ്പോൾ ഉഴുന്ന ദോശ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പെപ്പക്ക് വേണ്ടിയിട്ട് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെന്ന്. പെപ്പക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ത്രിദേവിനും അലേഖക്കും എല്ലാവർക്കും നെയ് റോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞ് നീ എന്നെ ആക്കിക്കോ, ഞാനാക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ എണീച്ചാക്കിയെന്ന്. എനിക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ ഭയങ്കര മടിയാണ് കേട്ടോ പണിയെടുക്കാൻ. അതെല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മടിയല്ല, ശരിക്കും നമ്മളമ്മമാർ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കലില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ രാവിലെ എണീക്കുമ്പോൾ അമ്മ എല്ലാ പണിയാകും. ഇടയ്ക്ക് ഞാൻ എണീക്കുമ്പോൾ പെപ്പേനെ എണീപ്പിച്ച് ചായയും കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ടെല്ലാം നിർത്തിയിട്ടുണ്ടാവും അമ്മ. കാരണം എന്നെ ശല്യപ്പെടുത്തലില്ല. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നതെന്ന് കുറേ ആൾ ചോദിക്കലുണ്ട്. ഞാനിങ്ങോട്ട് വരാൻ കാരണം തന്നെ എൻ്റെ കസിൻസാണ് കേട്ടോ. എൻ്റെ വല്യച്ഛൻ്റെ മക്കളും പിന്നെ ഒരു ഭാര്യ എല്ലാം ആകുമ്പം നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ട്. നമ്മിപ്പം എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് തന്നെ തൊട്ടുമുട്ടിയിട്ടാണ് എൻ്റെ വല്യച്ഛൻ്റെ വീട്. വല്യച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്. അപ്പം അവർ നമ്മൊരു 2 വീടും ഒരു ഫാമിലിയും പോലെയാണ്. എല്ലാവരും ഒരുമിച്ചാണ് എവിടെ പോകുന്നുണ്ടെങ്കിലും അല്ലാതെ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരും. രാവിലെ അവർ കസിൻസ് രാവിലെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല കേട്ടോ. രാവിലെ വീട്ടിൽ തന്നെ ഉണ്ടാവും, എല്ലാവരും വീട്ടിലുണ്ടാവും. നല്ല രസമാണ്. ഒന്നാമതൊക്കെ ഞായറാഴ്ചയെല്ലാം വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞായറാഴ്ച എല്ലാവരും ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇടങ്ങ് പോവും, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നത്, ചായ കുടിക്കുന്നത്, അങ്ങനെ ഭയങ്കര രസമുള്ള കാര്യമാണ്. എത്രയൊക്കെ മാറി നിന്നെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെല്ലാം പോയി എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെ വീടും ആൾക്കാരും തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നാമത് വേനൽക്കാലം ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ മഴക്കാലത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് വെള്ളം നിൽക്കുന്നൊരു സ്ഥലമാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്റ്റെപ്പ് വരെ വെള്ളം കെട്ടി നിൽക്കും. നമ്മളൊരു താഴ്ന്ന പ്രദേശമാണ്. ഇപ്പം മുമ്പത്തെ സ്ഥലം വേറൊരാളെടുത്തതുകൊണ്ട് തന്നെ അവർ നല്ലോണം ചരലിലോട്ട് മണലിട്ട് പൊന്തിച്ചവരെ സ്ഥലം. അപ്പോൾ നല്ലോണം നമുക്ക് വെള്ളം നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ ആ മഴക്കാലത്തെ വ്ളോഗെല്ലാം പിന്നെ എന്നോട് പറയലുണ്ട്, പിന്നെ ഇങ്ങനെ ഈ വെള്ളം കാണിക്കുന്ന വീടിൻ്റെ പിന്നെ മോശം കാര്യമായിട്ട് കാണുന്നവരുണ്ടത്, ഈ വെള്ളം കെട്ടി നിൽക്കുന്ന കാര്യം. എനിക്കെൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണിച്ചിട്ട് ഈ മോശം വശം കാണിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഒരാൾ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഓ ഞാൻ കണ്ട വീഡിയോയിൽ ഇങ്ങനെയല്ലല്ലോ നിങ്ങളെ വീട്, ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കലുണ്ട് എന്നല്ലേ, അങ്ങനത്തെ ഒരു ചോദ്യം വരും. അതുകൊണ്ട് ഞാനൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരാളല്ല. ഞാൻ എങ്ങനെയാണോ എൻ്റെ വീട് എങ്ങനെയാണോ ഞാൻ അതാണ് ആൾക്കാർക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയായ എനിക്ക് ഇതെല്ലാം കിട്ടിയാൽ തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഏതൊരാളെയും ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തന്നെ നമ്മളെ വീടായിരിക്കും. നല്ലൊരു വീട് വേണം, അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും എല്ലാവരും. എൻ്റെ 7ാം ക്ലാസ് വരെ വെറും ചാപ്പയിൽ നിന്ന്, ചാപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാറില്ല, ഈ നിങ്ങളങ്ങോട്ട് ഈ കുടിലി എന്നെല്ലാം പറയില്ല, ചെറ്റക്കുടിലി, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിനാണ് നമ്മളീ വീട് കുടികൂടിയത്. അപ്പോൾ ഇത്ര നല്ലൊരു വീട് കിട്ടിയാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാൾ തന്നെ ഞാൻ. മണിമാളികയിലുള്ളവർക്ക് ചിലപ്പം ഇത് വെറും കുറച്ചിലായിട്ട് കാണുമായിരിക്കും. നിങ്ങളിവിടെ അങ്ങനെ ചെറിയ വീട്, വെള്ളം കെട്ടി നിൽക്കുന്ന വീട്, വൃത്തിയില്ലാത്ത വീട് എന്നല്ല. ചിലപ്പോൾ നമുക്ക് സൗകര്യങ്ങളില്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു റൂമിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ അങ്ങനെയെല്ലാം ചിലപ്പം വർക്ക് ഏരിയ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വേണ്ടാത്ത സാധനങ്ങൾ, വേണ്ടാത്തല്ല നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ കൂട്ടി വെക്കലുണ്ട്. ചിലപ്പോൾ അതല്ല ഈ മണിമാളികയില്ലവർക്കെല്ലാം ചിലപ്പോൾ അതൊരു കുറച്ചിലായിരിക്കും എന്നല്ല, കുറച്ചിൽ തന്നെ ആയിരിക്കും. പറഞ്ഞു പറഞ്ഞാണല്ലോ എത്തിയല്ലേ.
ഞാൻ വേഗം ദോശ പിടിച്ച് വേഗം റെഡിയായിട്ടാണ്. കാരണം എന്താ പറയുക, കിച്ചോട്ടൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് വീട്ടിലേക്ക്, ഫ്രണ്ടും വൈഫും. അവർ പറശ്ശിനിക്കടവ് വന്നപ്പം തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾക്ക് ഏകദേശം പറഞ്ഞാൽ അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും, ജിനേഷ് മനോഹർ എന്ന് പറഞ്ഞിട്ട്. അവരും അവരെ വൈഫും വന്നിട്ടുണ്ടായിന്. ഞാൻ വേഗം കുളിച്ച് റെഡിയായി. അപ്പോൾ ഞാൻ ഋതു നോക്കാൻ പറഞ്ഞായിരുന്നു. ഋതു നല്ല കുളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. ഇത് തെയ്യം സീസൺ നമുക്ക് തുടങ്ങലായി. കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. റീലെല്ലാം നിങ്ങൾ കാണലുണ്ടായിരിക്കും. അതുപോലെയാണ് കേട്ടോ. പിന്നെ നമ്മളെ തെയ്യം സീസൺ തുടങ്ങലായി. അപ്പം എല്ലാവരും അതിനുള്ള തിരക്കിലാണ് വീട്ടിൽ. മനുഷ്യന്മാർ വായു അനങ്ങാൻ കാത്തിട്ടുണ്ടെങ്കിലോ കേരറ്റ് മോനെ കേരറ്റ് വിശക്കുന്ന ദോശ അതാ നിക്കെന്താ വേണ്ടത്? എനിക്കിതാ വേണ്ടത്. നീ കളിക്കറ കുടുത്തക്കിട് ഒരു കഷ്ണം കൊടുത്തേ ഇതേനാടാ കിട്ടീന തിരിയുന്നില്ല ഒരു പ്രശ്നവും. അമ്മ കടത്തേ, നേരെ കടത്തേ. കാറ്റിൻ്റെ വഴി തൊണ്ടക്ക് പുറത്ത് ഇവരെന്തോ റീൽസിൻ്റെ പരിപാടിയാണ് കേട്ടോ. ജിനേഷേട്ടൻ്റെ ഏട്ടനും കൂടിയിട്ട് എന്തോ റീലാക്കുന്നതിൻ്റെ പരിപാടിയാണ്. ഞാൻ ചെറുതായിട്ട് തെയ്യത്തിനെ സഹായിക്കുന്നുണ്ട്. സഹായം എന്ന് വെച്ചാൽ നമ്മ ഈ തെയ്യത്തിന് കിട്ടുന്ന പൂവെല്ലാം ഉണ്ടാവില്ലേ, തലക്കെല്ലാം വെക്കുന്നത്, ആ ഒരു സംഭവത്തിനെ സഹായിക്കലാണ് പതിവ്. നമ്മ പക്ഷെ ഇങ്ങനത്തെ ഒരു പണി കിട്ടലില്ല. അപ്പോൾ ഇന്ന് ഏട്ടൻ പറഞ്ഞു ഇതിങ്ങനെ ഒട്ടിക്കാൻ പറ്റുമോ വെച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിന്. അപ്പോൾ കുറേ നേരം ഏട്ടത്തി ഒട്ടിച്ചു കേട്ടാ. കുറച്ച് സമയം ഏട്ടത്തി ഏകദേശം സഹായിച്ചു. ഏട്ടൻ പറഞ്ഞ മന്തി വാങ്ങിത്തരാം ഇങ്ങ് ഒട്ടിക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഏട്ടത്തി കുറച്ച് ഒട്ടിച്ചു. ഇവരെ റീൽ കഴിഞ്ഞിട്ടാട്ടെ ഇവർ കുറേ നേരം ഏത് നിനക്കറിയില്ല കുറേ നേരം റീലെടുക്കുന്നു. പിന്നെ ഏട്ടത്തി കുറേ നേരം ഇങ്ങനെയാണല്ലോ ശരിക്കും തെയ്യത്തിന് സാധനം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലൊരു പക്ഷി കൂട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ മുട്ടയിട്ട് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി. അപ്പോൾ ഇതിന് ഫുഡ് കൊടുക്കാൻ വന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ നേരം ഇരുന്നിട്ടാകുമ്പോൾ ത്രിദേവ് നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ്. ഞാൻ നോക്കുമ്പോൾ കണ്ട് ഏതോ ഒരു കോഴി എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതെങ്ങനെയോ മുകളിൽ കയറിയതാണ്. അപ്പോൾ നമ്മൾ കിങ്ങിണീനെ കണ്ടിട്ട് ഇതൊന്ന് സംഭവം കിങ്ങിണി ടെറസിൻ്റെ മുകളിലായിട്ട് കോയിനെ നോക്കുന്നു. കോയിക്ക് എങ്ങനെ തിരിച്ച് കീയാൻ പറ്റുന്നില്ല. ഇവരെ കളി കുറേ നേരം കണ്ടു കേട്ടോ. ലാസ്റ്റ് കോയിനെങ്കിലും ഞാൻ പായിച്ച്. പിന്നെ നല്ല പുളിശ്ശേരിയും അച്ചാറെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ച്. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫെല്ലാം നമ്മൾ കഞ്ഞിയാട്ടിലേക്ക് പോയിട്ടുണ്ടായിന് പടന്നയിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് ഞാനും ഏട്ടത്തിയും അമ്മയെല്ലാം കൂടി വർത്താനെല്ലാം പറഞ്ഞ് കുറേ നേരം ഇരുന്ന്. പിന്നെ അതിന് ശേഷം എൻ്റെ കുറച്ച് കലാവിരുദ്ധലുണ്ടായിന് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇത് സഹായിച്ചു തെയ്യത്തിൻ്റെ സാധനം ആക്കാൻ വേണ്ടിയിട്ട്. ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞു ഞാനാക്കിക്കോളാം കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി കുറേ നേരം എനിക്ക് തന്നു. ഞാൻ കുറേ നേരം ഒട്ടിച്ചു. ശരിക്കും ഈ തെയ്യത്തിന് കാണുന്ന സാധനം ഇതാണ് ഇതാണ് ഈ മിനുക്കി എടുത്തിട്ടാണ് തെയ്യത്തിൻ്റെ ഒരു പാട്ടാക്കി മാറ്റുന്നത്. ശരിക്കും ഇങ്ങനെയാണ് ശരിക്കും ഒരു സംഭവം ഉണ്ടാവില്ല തെയ്യത്തിന്. നിങ്ങൾക്ക് തെയ്യം ഗൂഗിളിലെല്ലാം സെർച്ച് ആക്കിയാൽ അറിയായിരിക്കും. ഇതിങ്ങനെ ഒട്ടിച്ചിട്ടെല്ലാം ഈ ചുവപ്പ് കളറും തിളക്കെല്ലാം നമ്മൾ വരുത്തുന്നതാണ് ശരിക്കും. ആരും ഇതിൻ്റെ തെയ്യത്തിനെ മാത്രം എല്ലാവരും കാണില്ല. പിന്നിൽ എഫേർട്ട് ആരും ശരിക്കും കാണലില്ല. ശരിക്കും ഇതുപോലെ മുറിക്കലും മുട്ടിക്കലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടല്ല, കുറേ മെനക്കേടുണ്ട്, കുറേ നേരം ഇരിക്കണം. അങ്ങനെ അവർ പോയിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ടാകുമ്പം ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ മക്രോണി ആക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഞാൻ മാഗി മക്രോണി ആക്കുന്ന
പോ ഡയറിയായിട്ട് പോ. മാമി പറഞ്ഞിരിപ്പോ. എന്താ നീ കളിക്കണം നേരം കളി വെപ്പേതാ അമ്മ ഫോൺ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന നേരം ഡാൻസ് കളിക്കുന്ന നേരം ഇത് ഷോപ്രിക്സിന്റെ മാഗിയാണ്. ഛേ മാഗിയല്ല, മക്രോണിയാണ്. ഇത് 34 ഉറുപ്പ്യ. എത്ര അറിയാം? വെയിറ്റ് എത്രപ്പാ? 500 ഗ്രാം. ഇതിൻ്റെ തന്നെ വേറൊരു കമ്പനി ഇത് ഇത്ര ഇല്ലതിന് 60 ഉറുപ്പ്യ. അപ്പം നിങ്ങൾ എല്ലാവരും ഷോപ്രിക്സ് പോയി വാങ്ങാം. അടി നല്ലോണം കിട്ടാനേ എന്നാ എന്താ ഡയറി ഇടാത്ത വിട്ടോ? തുമ്പപ്പൂക്ക ചൂടായി അടുക്കട്ടല്ലേ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. മറക്കോണി മറക്കോണിയല്ലേ? ഇങ്ങോട്ട് വാടാ. ഏരയല്ല വീട് കളിച്ചാൽ കിട്ടൂല. ചളിയില് സ്ഥലമില്ല. ഞാൻ ആരെയോട് വാങ്ങുന്നേ തന്നോ? രണ്ട് കിട്ടും. ആര് ഫസ്റ്റ് മുതല് നേരത്തെ നീ ഫസ്റ്റ് അങ്ങനെ തന്നെ. എടാ പൂസ നീ എന്നാടാ കളിക്കണേ? നീ കളിക്കുന്നില്ലേ? ആവാച്ചി പുള്ളറെ പറ്റിക്കുന്നുണ്ട്. മരം എടുത്തി പറഞ്ഞോ ഞാൻ കാണിച്ചു തരും. ഇപ്പൊ പറഞ്ഞോന്റെ അവസ്ഥ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വെള്ളം ഞാൻ എടുക്കും. തക്കാളി എടുക്കും. തക്കാളി എടുത്തിട്ട് നന്നായി. പച്ചപ്പിന് എന്തെങ്കിലും പോരെ? അച്ചാർ എടുക്കും. വേമ്പാ തക്കാളിനെ മുറിച്ച് തക്കാളി എടുക്കല്ലേ, കഷ്ടപ്പെട്ട് മുറിച്ചാണ്. ക്യാരറ്റ് എടുത്തോ? ക്യാരറ്റ് അത് മാർക്കോണി എനക്കില്ലേ? കട്ട കട്ട
എങ്ങനെയാ നല്ല ചെറുങ്ങനെ ചെറുങ്ങനെ കുരുകുനായിരിക്കും. ഡയറി എഴുതണ പോയിട്ട് സിനിമ എന്നിട്ടിപ്പോ നമുക്കെന്താ അറിയാല്ലേ കൊല്ലായി ബുക്കിന് പോയിനാ അങ്ങോട്ടങ്ങോട്ട് മുറി പോട്ടില്ലേ ഇവന് പൊട്ടിച്ചോക്കെ ആരെങ്കിലും ഒന്ന് സൈഡാക്കടാ നീ അത് മുറിക്കടാ. നല്ല മുറിക്കാം ആവി കത്തിണ്ട് ഇതറ ഇതും കൂടി അതിന്റെ ഓൻ അതിന്റെ ഓൻ നീ കണ്ടുപിടിക്കുന്ന ഷാബിന് ഈ മണ അടിച്ചിട്ട് അത്ര വാങ്ങാൻ പറഞ്ഞു വാങ്ങിയതാണ്. ശബരിയാ ഈ അത്ര ഭയങ്കര മണാണ് ഞാൻ അടിച്ചിട്ട് ഇത് വാങ്ങാൻ പറഞ്ഞു. നോക്കട്ടെ മണം ഇത് നോക്കാം. ഇതൊന്ന് സ്പ്രേ തന്നെയാ ഗ്യാസ് ഇതിന്റെ പേരാത്ത ഇത് അടുപ്പൂടുന്നല്ലേ ഇവിടൊന്നും ഗ്യാസ് ഇതല്ലേ നല്ല മണം നല്ലോണം ഇത് ഇതേ തീയൂല അതിനെ ഒരു ഗ്യാസ് തന്നെയാണ്. നീ എന്നാ ആക്കും വിഷ്ണു ഓ ഞാൻ അത്ര അടിക്കും. ശ്രദ്ധിച്ചിട്ടാ ഇതിലേക്ക് ഫസ്റ്റ് ഊർത്ത് ഒരു കത്തിയല്ലോ അതെ അത് എടുക്കില്ല ഇല്ലേപ്പോ പഞ്ചാഗ്നിനാഥി ഡാർലി യൂണിഫോം മാറ്റി വെച്ചുടന്നാല് ചാർലിയാ ഡാർലി ഏത് കട്ടാ പണ്ട് കുട്ടികളുടെ വീഡിയോ ഓവാലന്റെ പാചകം വരെ അലമറ്റേക്കല്ലേ അമ്മയുടെ മുഖവീപം പിന്നെ കണ്ടിട്ടാ കാലിക്കളത്തിന്റെ അച്ഛനെ മഴയെ തുണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചല്ലോ നീ എന്നെ അമ്പലത്തിന് മുമ്പിൽ ആടുന്നു. നിങ്ങൾ റിക്ഷയിൽ വരുമ്പോ ആ അമ്പലത്തിന് വന്നാ അത് കോട്ടോട് കൊടുക്കാൻ വരും ആ റോഡ് മേലെ വരും ആനക്കറിയില്ല നല്ല മഴയുണ്ടായി. വീടിന്റെ അച്ഛനുണ്ടായി നടക്കുന്നുണ്ടായി. എന്റെ വണ്ടി നേടാ മതിയില്ലേ മതിയില്ലേ കട്ടിങ് എങ്ങനെയുണ്ടെന്നത് കട്ടിങ് ഇത് കട്ടാകാൻ പറ്റാക്കില്ലോ ഏറ്റവും തുടങ്ങിക്കൊന്നു മറ്റേ കരി 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 ഒച്ച വരണം പുറത്തേക്ക് കണ്ണിന്ന് വെള്ളം വരണം ഇത് മക്രോണിയനല്ലേ വേവുന്നേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞോടാ വേണ്ടേ നോ താങ്ക്സ് സ്നേഹം മാത്രം മതി അതിന്റെ സ്നേഹം ഉണ്ടോ അതില്ലല്ലോ വാ പേരൊക്കെ വേണ്ട 1 വർഷം പേര് കൊടുത്തോ അതൊന്നോ എണേ സീക്കുണ്ടോ വിളിച്ച് മറ്റേ കുടിച്ചോളെ പൊട്ടിക്കുന്ന മസിമ കൊതിന്റെ ഉണ്ടോ കൊണ്ടാട്ടി ആ ഇനി കൊടുക്കട്ടോ ഇനി കൊടുക്കട്ടോ ഇനി കൊടുക്കട്ടോ കുറച്ച് പരിസ്ഥിതി ഇനി കൊടുക്കണോ എന്നെ പിടിക്കുക ഒറ്റ അമ്മ തന്നെ ചിരിച്ചിട്ടേ ഇവിടെ ചൂണ്ടിയാന്ന് ഞാൻ ചോന്നല്ലേ
ബുക്കാ ഇതാണൊരു ചേറ്റാപ്പൂസ്. ഒരു സാധനം നാളെ തോന്നൽ ആശുപത്രി രാവിലെ വരും എന്റെ വീട്ടിൽ. ഇതാ ഇതാ വരുക കഴിക്കുക പോവുക. എന്നാ വരുമ്പോ എന്തെങ്കിലും ഒരു പെങ്ങള് പറയണ്ട കുഞ്ഞിണ്ട് ഇടാ. പെങ്ങളെ പറഞ്ഞ കാര്യമില്ല, കുഞ്ഞിണ്ട് ഇടാ. കുഞ്ഞിക്ക് എന്തൊക്കെ തിന്നാൻ കൊണ്ടുവരണം അങ്ങനത്തെ ചിന്തയൊന്നും. ഒരു മുട്ടായിര കഷ്ണം നീ ഇതുവരെ ഒരു മുട്ടായിര കഷ്ണം എന്റെ മോന് കൊടുത്തിനടാ. അപ്പം പിറന്നാളൊരു വണ്ടി വാങ്ങി കൊടുത്തിനാ തന്നെ. എക്സ്പ്രസ് കാണുമ്പോ തിരിയുന്നില്ലേ? വയറ് നോക്കടേ, വയറുണ്ടതാ. വേനെടുക്കോ പറയണം. എന്റെ മോനെ ഉന്തിന്നിട്ടോ. സന്ധ്യ ആകുമ്പോൾ ഞാൻ വിളക്കെല്ലാം കത്തിച്ച് സെറ്റായിട്ടാ. കാരണം എന്താ പറയുക, സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഏത് സിനിമ എനിക്കറിയില്ല, പാതിരാത്രി അങ്ങനെ എന്തോ സിനിമയെന്ന് തോന്നുന്നു, നവ്യ നായരത് സൗബിൻ്റെതും. അപ്പം ഫാമിലി ആയിട്ട് പറഞ്ഞു പോവാ എന്നാലേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 8 ആളുണ്ടായിന്. എല്ലാവരും കൂടിയിട്ട് പോവാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ 7:30 ഷോ ആണ്. നമുക്ക് ഇടുന്നൊരു 7 മണിയാകുമ്പോൾ വിടണം. പിന്നെ അപ്പോൾ നല്ല മഴയും പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഞാനെന്നൊക്കെ ഒരു 7 മണിയാകുമ്പോൾ ഞാനും പെപ്പി എല്ലാവരും റെഡിയായി. മുമ്പിട്ടേച്ചിയും ഭർത്താവെല്ലാം പയ്യനിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മ ഇടുന്ന് പോകണം. അപ്പം കാറ് ഏട്ടൻ്റെ ഫ്രണ്ട് എടുക്കും, നമ്മെല്ലാം അതിൽ പോകണം. ഷേപ്പി പുറത്തേന്ന് അങ്ങ് എടുക്കാം. അമ്മ വീഡിയോ എടുക്കാമല്ലോ മോനെ. എൻ്റെ മോൻ റെഡിയായി. ഇങ്ങോട്ട് വേടാ. സർക്കസ്, പെപ്പേരെ സർക്കസ് ഉണ്ട്, എല്ലാവരും വരണോട്ടാ. ഇത് നല്ല ഉറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഓൻ എണീച്ചതാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ചെറുങ്ങനെ മഴ പറയുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ വിട്ട് അവിടെ എത്തുമ്പോൾക്ക് നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങോട്ടേക്കല്ല ചളിയും വെള്ളവും അങ്ങനെയുണ്ടായിരുന്നു ഫുള്ള്. അപ്പോൾ നമ്മൾ ശാന്തി തിയേറ്ററിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ, പയ്യന്നൂർ. അവിടെയാണ് ഈ സിനിമ. ഇന്ന് റിലീസാണ് കേട്ടോ. അപ്പോൾ റിലീസിൻ്റെ ഫാൻസ് ടിക്കറ്റാണ്. ഫാൻസല്ല, അങ്ങനെ എന്തോ ടിക്കറ്റാണ് തിരക്കറില്ല കേട്ടോ. വരെടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയി. പിന്നെ അപ്പം കഴിക്കാനൊന്നും വാങ്ങിയിട്ട് പറഞ്ഞിട്ട് പിന്നെ ഏട്ടനും ഏച്ചിയും കൂടി കഴിക്കാൻ വാങ്ങാൻ പോയി. അപ്പം 7:30 കറക്റ്റ് കഴിഞ്ഞു. നമ്മേറ്റ് ഓടുന്നതെന്ന് ഇട്ട ടാക്കീസിലേക്ക് സിനിമ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഏറ്റവും ബാക്കത്തെ സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ സിനിമയിലൊക്കെ കണ്ട് ഇൻ്റർവെല്ലാകുമ്പോൾ എനിക്ക് ആദ്യം വിശന്നു. അപ്പോൾ പെപ്പനെല്ലാം ഉറങ്ങിയിട്ടുണ്ടായിന്. പെപ്പ എണീച്ച് കൂട്ടാ. പെപ്പ എണീച്ച് കുറേ നേരം എനിക്ക് പെപ്പനെ കൂട്ടിച്ചോണ്ട് ധൈര്യത്തിൽ സിനിമ ടാക്കീസിൽ പോവാം. കാരണം നല്ല പാങ്ങിൽ സിനിമ കണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കുഞ്ഞിയാണ്. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞു. കാണാത്തവർ പോയിട്ട് കാണാൻ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടേനെ കേട്ടോ. ഒരു ത്രില്ലർ മൂവിയാണ്. പാതിരാത്രി പറഞ്ഞിട്ട് എല്ലാവരും നടനെ നടീനിയും നോക്കിയിട്ട് പോവാൻ നിൽക്കണ്ട. നവ്യ നായർ സൗബിനി വന്ന് നല്ല സിനിമ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിന് കേട്ടോ. നല്ല സിനിമ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. അപ്പം ഏച്ചി പറഞ്ഞു ഞാൻ ഏട്ടൻ്റെ കൂടെ ബൈക്കിൽ വരാം. രണ്ടാൾക്കും വണ്ടിയുണ്ട്. രണ്ടാൾ വണ്ടി എടുത്തിട്ടാണ് ടാക്കീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓള് ജോലി സ്ഥലത്ത് നിന്ന് നേരെ വന്നു, ഏട്ടനും പണി സ്ഥലത്ത് നിന്ന് നേരെ വന്നിട്ടുണ്ടായതാണ്. അപ്പോൾ ഓൾ പറഞ്ഞു നമ്മൾ രണ്ടുള്ള ഒരു വണ്ടിയിൽ വരാം, ഒരു വണ്ടി ആരെങ്കിലും ഒരാൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഞാൻ എടുത്തോളാം. ഉണ്ടൂസ് പറഞ്ഞു ഞാൻ എടുത്തോളാം, നീ എന്നാൽ ഏട്ടൻ്റെ അപ്പുറം പോയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ ഓളോളെ ഭർത്താവിൻ്റെ അപ്പുറം പോയി. അപ്പോൾ വണ്ടി സഹകരണ ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇവനെ നമ്മിപ്പിന് സഹകരണ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇറക്കണം. അവിടെ നിന്ന് വേറെ വണ്ടിയിലേക്ക് വീട്ടിലേക്ക് വരും. ശരിക്കും അപ്പോൾ അതിനൊരു രാത്രി പോകാൻ നല്ല സുഖമാണ് കേട്ടോ. ഫുള്ള് ലേറ്റും. ഇപ്പോൾ ഇത് 10 മണി കഴിഞ്ഞു, 10:30 ആയി തോന്നുന്നു. അപ്പോൾ അല്ല 10 മണി ആവണത്രേ, 10 മണി ആവാനായി. അപ്പം പിന്നെ ഒന്നാമത് മഴയും ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പതിനൊരു വലിയ ആൾക്കാരും ഇല്ല, അത്രക്കൊന്നും ആളുണ്ടായിട്ടാ. നല്ല രസമാണ് പയ്യന്നൂർ. പൊതുവേ എനിക്ക് പകലായാലും അതുതന്നെ പയ്യന്നൂർ. കാഞ്ഞങ്ങാട് അടുത്താണെങ്കിലും എനിക്ക് പയ്യന്നൂരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ എന്താണെങ്കിലും. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ പെപ്പ കഞ്ഞി വേണമെന്നിട്ട് കഞ്ഞി കുടിച്ചു. ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ നല്ല മഴ, ഇടിയും മഴയും മിന്നലായതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.